ശ്രീ ശ്രീജിത് പണിക്കർ, ചില യാഥാർത്ഥ്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വകാര്യ നിക്ഷേപമില്ലാതെ കേരളത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം, പൊതുമേഖലയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ തുറന്നു പറയുന്നത് ആദ്യമാണ്. ബജറ്റിലൊക്കെ ഈ സ്വകാര്യവൽക്കരണവും സ്വകാര്യ നിക്ഷേപവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വകാര്യ നിക്ഷേപത്തിൻ്റെ കാര്യമൊക്കെ ഒളിച്ചു കടത്തുകയാണ് പലപ്പോഴും. പക്ഷേ ഇവിടെ പരസ്യമായിട്ട് പറയുകയാണ് സ്വകാര്യ നിക്ഷേപം മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള കാര്യം. താങ്കൾ അനുകൂലിക്കുകയാണോ ഈ വാദത്തോട്? സ്വകാര്യവൽക്കരണം എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് വ്യക്തിപരമായി അല്ലെങ്കിൽ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ യോജിപ്പുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് നിവൃത്തികേട് കൊണ്ട് ആൾക്കാർ പറഞ്ഞാലും ഇനി നിവൃത്തികേട് കൊണ്ടല്ല എങ്കിലും പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നതിനെ ആസ് എ പോളിസി, ആസ് എ മാറ്റർ ഓഫ് പോളിസി പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ കാണുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യവൽക്കരണം എന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ ജനറൽ ആയിട്ടുള്ള ഒരു നിലപാട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ ഒരു പോളിസി മാറ്ററാണിത്. അങ്ങനെ ആ രീതിയിൽ കോൺഗ്രസ് ഇതിനെ കണ്ടാൽ എല്ലായ്പ്പോഴും ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് പോകുന്നത് എങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷന് പോകുന്നത് എങ്കിൽ ആ സമയത്ത് അതിനെ എതിർക്കുന്ന ആൾക്കാർക്ക് സംസ്ഥാനത്ത് പ്രൈവറ്റൈസേഷനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയുമോ? ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് സ്വകാര്യ നിക്ഷേപകരെ ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് കേന്ദ്രം ഭരിച്ച സമയത്തും അങ്ങനെ തന്നെയായിരുന്നുവല്ലോ കോൺഗ്രസിന്റെ നിലപാട്. ഇപ്പോൾ കേന്ദ്രത്തിൽ BJP വികസനം നടത്തുമ്പോൾ, പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അത് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണെന്ന് പറയും. അതൊരു പ്രതിപക്ഷ വിമർശനം എന്ന നിലയിൽ. പക്ഷെ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് സ്വകാര്യ നിക്ഷേപത്തിന് എതിരല്ല. അല്ല, അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്വകാര്യ നിക്ഷേപം എന്ന് പറയുന്നതിനോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിനോ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം എന്ന് പറയുന്നതിനോ ആസ് എ മാറ്റർ ഓഫ് പോളിസി അതിനൊരൊറ്റ ഒരു തത്വം മാത്രമേ ഉള്ളൂ. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ടത് സ്റ്റേറ്റ് ആണ്, ബിസിനസ് നടത്തേണ്ടത് സ്വകാര്യ വ്യക്തികളാണ്. ഇതാണ് അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഡിമാർക്കേഷൻ എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് അത് തന്നെയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടിസ്ഥാന സൗകര്യ വികസനം നടത്താനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശവും അധികാരവും നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും സർക്കാരിനാണ്. കാരണം സ്വകാര്യ വ്യക്തികൾക്ക് റോഡ് ഉണ്ടാക്കാൻ കഴിയില്ല, സ്വകാര്യ വ്യക്തികൾക്ക് വിമാനത്താവളങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നു. എന്നിട്ട് അവിടെ ബിസിനസ് ചെയ്യുന്നതിനുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയിട്ട് അവിടേക്ക് സ്വകാര്യ നിക്ഷേപകർ വരട്ടെ, അവർ ബിസിനസ് ചെയ്യട്ടെ എന്നുള്ളതാണ് അതിന്റെ ഒരു പങ്ക്. പക്ഷെ ഇതിലെ രസകരമായിട്ടുള്ള ഒരു കാര്യം, കോൺഗ്രസ് ആസ് എ മാറ്റർ ഓഫ് പോളിസി ചെയ്യുന്ന കാര്യത്തിൽ മഞ്ജുഷ പറഞ്ഞതിൽ നിന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് സർക്കാർ ബിസിനസ് നടത്തി പൊളിഞ്ഞു പൊട്ടി പാളീസായതിനു ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും സ്വകാര്യത്തിന് വിട്ടുകൊടുക്കാം എന്നുള്ളതാണ്. അതായത് സർക്കാർ ആദ്യം ബിസിനസ് നടത്തുന്നു, എന്നിട്ട് അത് എവിടെയെങ്കിലും വെച്ച് പൊട്ടുന്നു. അങ്ങനെ പൊട്ടിയതിനു ശേഷം ശരി, ഇനി ഈ കാര്യമെല്ലാം നമുക്ക് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാം എന്ന് പറയുകയാണ്. അത് സത്യത്തിൽ ശരിയായിട്ടുള്ള ഒരു നിലപാടോ സമീപനമോ ഒന്നുമല്ല. ഇപ്പോൾ ശ്രീ VD സതീശൻ പറഞ്ഞിരിക്കുന്ന ഉദാഹരണ സഹിതം അദ്ദേഹം സമർത്ഥിച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ഒന്ന് ടെൽക്കാണ്. ടെൽക്ക് ഇതാ പൂട്ടിപ്പോകാനായിട്ട് പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹം അഗ്രോ മിഷനറി കോർപ്പറേഷനെ പറ്റി പറയുന്നുണ്ട്, അത് പൂട്ടിപ്പോകാൻ പോകുന്നു. പിന്നെ ട്രാവൻകൂർ സിമെന്റ്സിനെ പറ്റി പറയുന്നുണ്ട്, അത് പൂട്ടിപ്പോകാൻ പോകുന്നു. എന്ന് വെച്ചാൽ ഇതേ തത്വമാണ്. അതായത് ഇത് സ്വകാര്യ മേഖലയിലല്ല, മറിച്ച് പബ്ലിക് സെക്ടറിൽ ഇത് പ്രവർത്തിച്ചു വന്ന് നമ്മളുടെ ഈ മോശമായിട്ടുള്ള അതിന്റെ അഡ്മിനിസ്ട്രേഷൻ കാരണം അത് പൂട്ടലിന്റെ വക്കിലെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ പ്രൈവറ്റ് നിക്ഷേപമാകാം, അതല്ലെങ്കിൽ ഇനി അവിടെ നമുക്ക് സ്വകാര്യ നിക്ഷേപകരെ കൊണ്ടുവന്ന് ഈ ബിസിനസ് അവരെ ഏൽപ്പിക്കാം. അല്ല, അതല്ലെങ്കിൽ കേരളത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിന് വളർച്ച ഇവിടെ കൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ പിന്നോട്ട് പോകും. മഞ്ജുഷ, ഞാൻ പറയുന്നതിന്റെ പ്രശ്നം അതാണ്. അതായത് ഈ സ്വകാര്യ നിക്ഷേപകരെ നമ്മൾ സ്വീകരിക്കേണ്ടത്, അവരെ നമ്മൾ സമീപിക്കേണ്ടത് സർക്കാർ ബിസിനസ് നടത്തി പൊട്ടിയതിനു ശേഷമല്ല. ആ ഒരു കാര്യത്തിലേക്ക് ഒരു വേക്കപ്പ് കോളായിട്ട് അതിനെ കോൺഗ്രസ് ഇപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ ബിസിനസ് നടത്തി, ഞങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട്, ഞങ്ങളുടെ പിടിപ്പ് കേടുകൊണ്ട് പൊളിഞ്ഞ ശേഷം ഇനി ഇതിനെ നന്നാക്കാനായിട്ട് സ്വകാര്യ നിക്ഷേപകർ വരൂ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു അപ്രോച്ചേ അല്ല. ഇപ്പൊ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്താന്ന് നോക്കൂ. ലാഭമാണെങ്കിലും അല്ലെങ്കിലും അവരതിനെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പോളിസി. സർക്കാർ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുന്നു, മറ്റുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നു. VD സതീശൻ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പറയുന്നുണ്ട്, സ്വകാര്യവൽക്കരണം, അതായത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണമല്ല, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നും പറയുന്നുണ്ട്. സ്വകാര്യ നിക്ഷേപകരെ പുതിയ ചില പദ്ധതികളിലേക്ക് കൊണ്ടുവരുന്നതും സ്വകാര്യവൽക്കരണവും. അദ്ദേഹം KCBയുടെ കാര്യവും പറയുന്നുണ്ട്. KCBയെ ഞങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വകാര്യവൽക്കരണത്തെയും സ്വകാര്യ നിക്ഷേപത്തെയും രണ്ടായിട്ടാണ് കാണുന്നത്. അതായത് കേരളത്തിന്റെ വിഭവങ്ങളിൽ ഈ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക എന്നുള്ളത്. അതാണല്ലോ ധാതു സമ്പത്തിന്റെ കാര്യം പറഞ്ഞത്. കടൽ അല്ല, അത് വെറും സാങ്കേതികത്വമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാവൻകൂർ സിമെന്റ്സിനെ ഏതിൽ പെടുത്തും, എന്തിൽ പരിഗണിക്കും? എന്തിനാണ് അദ്ദേഹം ആ ഉദാഹരണം പറഞ്ഞത്? ട്രാവൻകൂർ സിമെന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, പൂട്ടലിന്റെ വക്കിലാണ്, ഇനി വേറെ മാർഗമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ടല്ല. അത് പുള്ളി ട്രാവൻകൂർ സിമെന്റ്സിനെ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു എന്ന് പറയുന്നില്ല കേട്ടോ, അങ്ങനെ പറയുന്നില്ല അദ്ദേഹം.
അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാലോ സ്വകാര്യ നിക്ഷേപം എന്ന് പറഞ്ഞാലോ വാട്ട് ഈസ് പ്രൈവറ്റൈസേഷൻ? സ്വകാര്യ വ്യക്തികൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് നടത്താൻ പറ്റുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ അതിനെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു മേഖലയിലേക്ക് ഗവൺമെന്റ് റൺ ചെയ്യുന്ന ബിസിനസ് ആണോ, ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ് ആണോ എന്നുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ മാത്രമേ. പക്ഷേ ഈ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള പുതിയ പദ്ധതിയിലേക്ക് വരികയാണെങ്കിൽ മിഷൻ സമുദ്ര, അതിൽ ഉറപ്പായിട്ടും സ്വകാര്യ നിക്ഷേപമായിരിക്കും വരാൻ പോകുന്നത്. അത് സർക്കാർ നിക്ഷേപിച്ച് പരാജയപ്പെട്ട ഒന്നല്ലല്ലോ. അതിൽ സ്വകാര്യ നിക്ഷേപം വരുന്നു. പശ്ചാത്തല സൗകര്യം സംസ്ഥാന സർക്കാർ ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ അവിടെ PPPയും വരും. അല്ല, ഞാൻ പറഞ്ഞത് രണ്ടും ഒന്ന് തന്നെയാണ് മഞ്ജുഷ്. ഞാൻ പറയുന്നത് നമ്മുടെ കൺവെൻഷണൽ രീതി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കേരളത്തിന് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടായ നമുക്ക് എന്നോ കൈവന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെയും ചിന്തയുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയാണ്. അതായത് സംസ്ഥാനം തന്നെ, സ്റ്റേറ്റ് തന്നെ എല്ലാ ബിസിനസ്സും നടത്തണം എന്നുള്ളത് ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയാണ്. എന്നാൽ സ്വകാര്യ വ്യക്തികൾക്ക് ഇടമുണ്ടാകണം എന്ന് പറയുന്നത് ഒരു റൈറ്റ് വിങ് ഐഡിയോളജിയാണ്. ഈ രണ്ട് ഐഡിയോളജികളുടെ പ്രശ്നമാണിത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ആരോഗ്യ മേഖല എന്ന് പറയുന്നത് സർക്കാരിന്റെ കയ്യിൽ ഇരിക്കണം, ഇവിടുത്തെ ബിസിനസ് എപ്പോഴും സർക്കാരിന്റെ കയ്യിൽ ഇരിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഇടതുപക്ഷക്കാരൻ ഉള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് അതിനെയൊക്കെ പ്രകൃതി വിഭവവും നമ്മുടെ കയ്യിൽ തന്നെ, സർക്കാരിന്റെ കയ്യിൽ തന്നെ ഇരിക്കണം എന്നുള്ളതും. അതായത് സർക്കാരിന്റെ കയ്യിൽ ഇരിക്കണം, സർക്കാർ നടത്തണം, സർക്കാർ ഡിവിഡന്റ് പ്രോഫിറ്റ് എടുക്കണം, സർക്കാർ ഡിവിഡന്റ് കൊടുക്കണം, സർക്കാർ മൊത്തത്തിൽ ഇത് ഓടിച്ചുകൊണ്ട് പോകണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഈ സർക്കാർ ജോലിയോട് പോലെയുള്ള ഒരു താല്പര്യം കൂടുതലായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള സാലറി പാക്കേജുകളും മറ്റുമൊക്കെ സ്വകാര്യ മേഖലയിലുള്ളപ്പോഴും ഈ സർക്കാർ മേഖലയിൽ ഒരുപക്ഷെ ഒരു ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കാവുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ 10 വർഷം കൊണ്ട് 15 വർഷം കൊണ്ട് സ്വകാര്യ മേഖലയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള മാർഗ്ഗമുള്ളപ്പോഴും നമുക്ക് ഈ സർക്കാർ മേഖലയോടുള്ള താല്പര്യം, സർക്കാർ ജോലി കിട്ടണം എന്നൊക്കെ പറയുന്നതിൻ്റെ ആ രീതി തന്നെ നമ്മുടെ ഒരു ഇടത് മൈൻഡ് സെറ്റാണ്. ഞാൻ പറഞ്ഞ ആ മൈൻഡ് സെറ്റിനെയോ ഐഡിയോളജിയോ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭാരിച്ച വലിയ പദ്ധതികളൊക്കെ തന്നെ നടപ്പാക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് കാലോചിതമായിട്ട് നമ്മൾ എടുക്കേണ്ടുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ നമുക്കറിയാം ഈ സമുദ്ര എന്ന് പറയുന്ന കാര്യം, അതിന് ഇനിഷ്യലി അലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് വളരെ കുറവാണ്. വലിയ അംബീഷ്യസ് ആയിട്ടുള്ള കേരളത്തിന്റെ 600 കിലോമീറ്റർ ഒരു തീരപരിധി ഉള്ള ഒരു സ്ഥലത്ത് 400 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് തീരെ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ വർഷത്തേക്ക് പര്യാപ്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. അപ്പൊ അവിടേക്ക് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ വരണം. അതിന്റെ അനുബന്ധമായിട്ടുള്ള നിരവധി സേവനങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ വരണം. സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് മാനുഫാക്ചറിങ് പോലെയുള്ള സെക്ടറുകളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള വലിയ ഒരു സ്കോപ്പ് ഇല്ലാതിരിക്കുന്ന ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി കാരണം സ്ഥലം ഏറ്റെടുക്കുന്നതിനൊക്കെ തന്നെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള മേഖലകൾ എന്താണ് എന്ന് കണ്ടെത്തി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക, അതിനുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കുക. ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ അതിന്റെ എൻവയോൺമെന്റ് ഉണ്ട്. തെലങ്കാനയിലേക്ക് പോയാൽ, മഹാരാഷ്ട്രയിലേക്ക് പോയാൽ, ഗുജറാത്തിലേക്ക് പോയാലൊക്കെ തന്നെ അതിന്റെ എൻവയോൺമെന്റ് ഉണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്നൊക്കെ നമ്മളിവിടെ പേപ്പറിൽ പറയുന്നെങ്കിൽ അവിടെ അത് ഇംപ്ലിമെന്റ് ചെയ്യും. നമുക്കറിയാമല്ലോ ഇവിടെ സാബു ജേക്കബിനെ എങ്ങനെയാണ് അവർ ചാർട്ടർ ഫ്ലൈറ്റിൽ അവിടെ കൊണ്ടുപോയി അവിടെ ഡീല് നടത്തിയതെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു രീതിയിലത്തേക്ക് നമ്മൾ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. അപ്പൊ ആ രീതിയിലത്തേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക, അത് ഇപ്പൊ ഈ ഒരു കാര്യത്തിലാണെങ്കിലും മറ്റു വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അങ്ങേയറ്റം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ആൾക്കാരുടെ ഈ മൈൻഡ് ഷിഫ്റ്റ്, ഒരു മൈൻഡ് സെറ്റിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കുമെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് കുറച്ച് റൈറ്റ് വിങ് ഐഡിയോളജിയിലേക്ക് അത് പോകുമെങ്കിൽ അത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം സർക്കാർ നടത്തി ബിസിനസ് നടത്തി പൊട്ടിയതിന് ശേഷം ആൾക്കാരെ കൊണ്ടുവരുന്ന മേഖലയല്ല സ്വകാര്യ മേഖല. അവരോട് കുറച്ചുകൂടി ബഹുമാനം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതിന് കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ, അതിപ്പോൾ ഈ ട്രേഡ് യൂണിയൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രാദേശിക തലത്തിൽ ഇപ്പോൾ UDF ഭരിക്കുന്ന സമയം പ്രാദേശിക തലത്തിൽ പഞ്ചായത്തിൽ നിന്നുള്ള അപ്രൂവൽ കിട്ടുന്ന സമയത്ത് അത് LDFന്റെ പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ അവിടുന്ന് അപ്രൂവൽ വരാതെ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റിനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള സഹകരണം, ഇങ്ങനെയുള്ള കുറേയധികം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ആ മാറ്റത്തിനുള്ള ഒരു തുടക്കമായിട്ട് ഇത് മാറുമെന്നുണ്ടെങ്കിൽ അപ്പാർട്ട് ഫ്രം ഈ പോളിസി ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് അതിനൊക്കെ അപ്പുറത്തേക്ക് അത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നും അത് ഇനിയുള്ള പദ്ധതികൾക്കെല്ലാം തന്നെ ഉപയോഗിക്കാവുന്ന ഒരു മോഡലായി മാറുമെന്നുമാണ് ഞാൻ കരുതുന്നത്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഇംപ്ലിമെന്റേഷന് UDF മാത്രം വിചാരിച്ചാൽ പോരാ, ഈ നാട്ടുകാരും ഇവിടുത്തെ പ്രതിപക്ഷവും ഒക്കെ തന്നെ വിചാരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കൊടിയും പിടിച്ച് ആൾക്കാർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്വകാര്യവൽക്കരണമാണ്, പ്രൈവറ്റൈസേഷനാണ്, അംബാനി അദാനിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ട്രഡീഷണൽ സ്റ്റൈലിൽ കോൺഗ്രസ് മറ്റുള്ള സ്ഥലങ്ങളിൽ BJPക്കെതിരെ ഇറക്കുന്ന അതേ നമ്പർ തന്നെ ഇവിടെ CPM കോൺഗ്രസിനെതിരെ എടുത്തു കഴിഞ്ഞാൽ GV ഹരി, കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ് ഇറക്കുന്ന അതേ കാര്യം തന്നെ ഇവിടെ കോൺഗ്രസ് നടപ്പാക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട് കേട്ടോ. കാരണം ഡബിൾ സ്റ്റാൻഡ് അവിടെയും ഉണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.